ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ആഫ്രിക്കയിൽ അവതാരവാണി 2. ഞാൻ കൊണ്ടുവന്ന സന്ദേശം. പ്രേമസ്വരൂപരെ, നിങ്ങളുടെ യഥാർത്ഥ രൂപം ദിവ്യമായ ആത്മസ്വരൂപമാണ്. ഈ പരമസത്യം കണ്ടെത്താനാണ് മനുഷ്യജന്മം. മറ്റെല്ലാ പ്രവർത്തനങ്ങളും നിസ്സാരം. പക്ഷിമൃഗാദികൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. കഴിക്കുക, കുടിക്കുക, ഉറങ്ങുക, പ്രജനനം നടത്തുക തുടങ്ങിയവ. ജന്തുത്വത്തിന്റെ സകല തലങ്ങളും പിന്നിട്ടിട്ടാണ് മനുഷ്യ ശരീരം കിട്ടിയത്. ജീവിതം ഉണ്ണാനും ഉറങ്ങാനും രമിക്കാനും മാത്രമായി പാഴാക്കരുത്. അങ്ങനെ ചെയ്യുന്നവൻ സ്വയം വിഡ്ഢിയാവുകയാണ്. ജഗദീശ്വരൻ 2 പ്രത്യേക സമ്മാനങ്ങൾ നൽകി മാനവനെ അനുഗ്രഹിച്ചിരിക്കുന്നു: വിവേകം, വിജ്ഞാനം. ഇതുപയോഗിച്ച് അവൻ താൻ ആരെന്ന് കണ്ടെത്തണം. ബാഹ്യലോകത്തെക്കുറിച്ചുള്ള അന്വേഷണവും അതുവഴി ഉണ്ടാക്കുന്ന നിയമങ്ങളും ക്ഷണികമാണ്. രാജ്യങ്ങൾ ഉണ്ടായതും നിലനിൽക്കുന്നതും ഈ ഒരു ലോകത്തെ ആശ്രയിച്ചാണ്. സകല ശരീരങ്ങളും പ്രചോദനം കൊള്ളുന്നത് ഒരേ ഒരു ദിവ്യതത്വത്തിലാണ്. ഏറ്റവും പുരാതനമായ പുണ്യഗ്രന്ഥങ്ങൾ, വേദങ്ങൾ പ്രഖ്യാപിക്കുന്നു: ഈശ്വരൻ സർവഭൂതാന്തരാത്മാവാണ്. ഈശാവാസ്യമിതം സർവം വാസുദേവം സർവം ഇതി. ദിവ്യമായ ആത്മതത്വം നിങ്ങളിലെല്ലാം ഒരുപോലെയുണ്ട്. ബൾബുകളിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി പോലെ ഈശ്വരൻ എല്ലാവരിലും പ്രകാശിക്കുന്നു. ജാതിയോ നിറമോ ദേശീയതയോ വിശ്വാസമോ ഒന്നും അതിന് വിഘാതമല്ല. കറന്റ് ബൾബുകളിലൂടെ പ്രകാശം പരത്തുന്നു. ദിവ്യത എല്ലാറ്റിനെയും ചലനാത്മകമാക്കുന്നു. വ്യത്യസ്തത കാണുന്നവർ മോഹത്തിന് അടിമപ്പെട്ടവരും മുൻവിധിക്കാരുമാണ്. അവരിൽ അഹന്തയും വിദ്വേഷവും ദുർഗുണങ്ങളും നിറഞ്ഞിരിക്കുന്നു. ഇവിടെ എനിക്ക് സമ്മാനിച്ച പുഷ്പമാല, അതിൽ 100 കണക്കിന് പൂക്കൾ. നിറവും മണവും വ്യത്യസ്തം. പക്ഷേ ഈ പൂക്കളെയെല്ലാം മാലയുടെ രൂപത്തിലാക്കിയത് ചരടാണ്. ചരട് പുറമെ കാണാനില്ല. അതുപോലെ എല്ലാവരെയും കോർത്തിണക്കി നിർത്തിയിരിക്കുന്നത് ആത്മാവാണ്, ദിവ്യതയാണ്, ബ്രഹ്മമാണ്. ഇക്കാണുന്ന ലോകം പൂക്കൾ പോലെ അതിനെ കോർത്ത് ഇണക്കി വച്ചിരിക്കുന്നത് ഈശ്വരനും. ഈ ആത്മതത്വം മനുഷ്യനിൽ പ്രേമരൂപത്തിൽ പ്രകടമാകുന്നു. മാനവന്റെ അടിസ്ഥാന പ്രകൃതം പ്രേമമായതിന് കാരണം ഇതാണ്. പ്രേമമില്ലെങ്കിൽ മനുഷ്യൻ അന്ധനാകും. ലോകം ഇരുണ്ടതും ഭയജനകവും വന്യവുമായി തീരും. ഈ ഇരുണ്ട വിജനതയിലൂടെ മാനവന് പാദമൂന്നുവാനായി വെളിച്ചം തരുന്നത് പ്രേമപ്രകാശമാണ്. വേദം ചൂണ്ടിക്കാണിക്കുന്ന ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ പ്രേമ പരിശീലനത്തിലൂടെ നേടിയെടുക്കാനാകും. പക്ഷേ ഇന്ന് അധികം പേരും അർത്ഥകാമങ്ങൾക്കായി പരക്കം പായുന്നു. ജീവിത ലക്ഷ്യമായ മോക്ഷം, അതായത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവൻ ശ്രമിക്കുന്നേയില്ല. പൊള്ളയായ ആഗ്രഹങ്ങളിൽ മുങ്ങിത്താഴുകയാണവൻ. ഇന്നത്തെ അസ്വസ്ഥതയ്ക്കും ഉത്കണ്ഠയ്ക്കും ഭയത്തിനുമെല്ലാം കാരണം ഈ അബദ്ധസഞ്ചാരമാണ്. അപാര സാധ്യതകളുള്ള ഈ മനുഷ്യ ശരീരം ഭഗവാൻ നൽകിയ ഏറ്റവും അമൂല്യമായ സമ്മാനമാണ്. സംസാര സാഗരം കടക്കാനുള്ള തോണിയായി ഇത് ഉപയോഗിക്കാം. നിങ്ങളുടെ ശരീരവും മനസ്സും ബുദ്ധിയും വിവേചന ശക്തി ശക്തമായിരിക്കുമ്പോൾ തന്നെ ജീവിത ലക്ഷ്യമായ മോക്ഷത്തിന് വേണ്ടി ഉപയോഗിക്കൂ. ഇക്കാര്യം നാളത്തേക്ക് മാറ്റിവെക്കരുത്. തോണിയിൽ ഒരു തുള വീണാൽ മതി മുങ്ങിപ്പോകാൻ. രോഗരൂപത്തിൽ ശരീര മനസ്സുകളാകുന്ന തോണിയിൽ എപ്പോൾ വേണമെങ്കിലും തുള വീഴാം. നിങ്ങൾ സംസാരത്തിൽ കഴിഞ്ഞോളൂ, പക്ഷേ സംസാരം നിങ്ങളിൽ കടക്കരുത്. അതിനാണ് ബന്ധനങ്ങളെ സംഘം ഒഴിവാക്കുക എന്ന് പറയുന്നത്. എല്ലാ സംഭവങ്ങളെയും സാക്ഷി എന്ന നിലയിൽ കാണാൻ ശീലിക്കുക. നിന്ദ, സ്തുതി, നഷ്ടം, ലാഭം, ദുഃഖം, ദുരിതം ഇവയൊക്കെ ഒരുപോലെ സ്വീകരിക്കാൻ ശ്രമിക്കുക. ഇന്ദ്രിയ സുഖങ്ങൾ ക്ഷണികം. മോക്ഷ തീരമണയുമ്പോഴുള്ള പരമാനന്ദത്തെ സദാ ഓർക്കുക. തോണിയിറക്കി യാത്ര തുടങ്ങുവാനും തുടരാനും തീരുമാനിക്കൂ. ഇന്ദ്രിയങ്ങളിൽ കൂടി ലഭിക്കുന്ന സന്തോഷം ഈശ്വരാനന്ദവുമായി തുലനം ചെയ്താൽ തുച്ഛം, നിന്ദ്യം, ത്യാജ്യം. ശരീരത്തെ കുതിരവണ്ടിയോട് താരതമ്യം ചെയ്യാം. മനസ്സാകുന്ന കുതിര ശരീരമാകുന്ന വണ്ടി വലിക്കുന്നു. ശരീരത്തെ വളരെയേറെ പരിഗണിക്കുന്നത് കുതിരയ്ക്ക് മുന്നിൽ വണ്ടി കെട്ടുന്നത് പോലെയാണ്. മനം ശാന്തമല്ലെങ്കിൽ ശാരീരിക ആരോഗ്യം പോലും ഉണ്ടാകില്ല. പിന്നെ സ്വസ്ഥതയുടെ കാര്യം പറയണമോ? ശരീരത്തെ എയർ കണ്ടീഷൻ മുറിയിൽ ഇരുത്തി തണുപ്പിക്കാം. പക്ഷെ മനസ്സിനെയോ? അത് സാങ്കല്പികമായ ഭയം, ഉത്കണ്ഠ, ആർത്തി, ലോഭം എന്നിവയാൽ ശോഭിച്ചിരിക്കുന്നു. കുട്ടികളുടെ മനം ശാന്തമാക്കാനുള്ള ഉപായങ്ങൾ സ്കൂളിലും വീട്ടിലും മുതിർന്നവർ പറഞ്ഞു കൊടുക്കണം. അതിനു മുമ്പ് ആ കല ധ്യാനത്തിലൂടെ
നിരന്തര ജപ മൗന സാധനകളിലൂടെ മുതിർന്നവർ സ്വായത്തമാക്കണം. എല്ലാ ഗൃഹങ്ങളിലും രാവിലെയും വൈകുന്നേരവും കുറേയേറെ സമയം സദ്ഗ്രന്ഥ പാരായണത്തിനും തിരുനാമ ജപത്തിനും ഭജനയ്ക്കും മാറ്റിവെക്കണം. കുറച്ചു സമയം ഇതിനായി മാറ്റിവെക്കൂ. ക്രമേണ ഈശ്വര ഭജനത്തിൽ രുചി തോന്നും. അപ്പോൾ കൂടുതൽ സമയം ഭഗവത് ചിന്തയിൽ മുഴുകും. ഈശ്വരനെ നേടാൻ മാത്രമാണ് ഈ ജന്മം എന്ന് മറക്കരുത്. എല്ലാവരും ഒരു ദിവസം ഈ സത്യം തിരിച്ചറിയും, അനുഭവിക്കും. നിങ്ങൾ തന്നെയാണ് ആ പരമസത്യം. വിശ്വാസം ചോർന്നു പോകരുത്. നിസ്സാരനെന്ന് സ്വയം പരിഗണിക്കരുത്. അധമമായ ചിന്തകൾ നിങ്ങളിൽ ഉയർന്നാലും മോശമായി പെരുമാറിയാൽ പോലും മനുഷ്യനെന്ന് സ്വയം നിങ്ങൾ കരുതിയാലും യഥാർത്ഥത്തിൽ നിങ്ങൾ ദിവ്യരാണ്. പ്രേമസ്വരൂപരെ, എത്രയോ നേരമായി സൗകര്യങ്ങൾ ഏറെ കുറഞ്ഞ ഈ സ്ഥലത്ത് നിങ്ങൾ എന്നെ കാണാനും കേൾക്കാനും അത്യുത്സാഹത്തോടെ ഇരിക്കുന്നു. നിങ്ങളുടെ ഈ പ്രേമം തൊട്ടറിയുമ്പോൾ വാക്കുകളിലൂടെ അല്ലാതെ തന്നെ എൻ്റെ പ്രേമം നിങ്ങളിലേക്ക് ഒഴുകുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേമജ്യോതി തെളിക്കാനായി മാത്രമാണ് ഞാൻ വന്നത്. അത് ഉജ്ജ്വലമായി നിങ്ങളിൽ പ്രകാശിക്കട്ടെ. ഞാൻ ഹിന്ദുധർമ്മത്തെക്കുറിച്ചോ ഏതെങ്കിലും മിഷനെ കുറിച്ചോ വർഗത്തെക്കുറിച്ചോ പ്രചാരണം നടത്താൻ വന്നതല്ല. എനിക്ക് അനുയായികളും വേണ്ട. ആത്മതത്വം, ഏകതയുടെ രഹസ്യം, സർവാശ്ലേഷിയായ പ്രേമതത്വം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. എല്ലാ ധർമ്മങ്ങളും ഒരേ ഒരു അടിസ്ഥാന തത്വമാണ് പഠിപ്പിക്കുന്നത്: ചിത്തശുദ്ധി. മനഃശുദ്ധിയിലൂടെ അഹങ്കാരനാശം. എല്ലാ ദർശനങ്ങളും ഹൃദയത്തിൽ ഈശ്വര മഹിമ നിറയ്ക്കാനും അങ്ങനെ സങ്കുചിതമായ അഹന്തയെ ഒഴിവാക്കാനും ഉപദേശിക്കുന്നു. എല്ലാ ഹൃദയങ്ങൾക്കും പ്രചോദനമേകുന്നത് ഒരേ ഒരു ഈശ്വരനാണ്. ആ ഒരു ഈശ്വരനെ തന്നെ സൂചിപ്പിക്കാനാണ് നിരവധി നാമങ്ങളും രൂപങ്ങളും. ആ ഈശ്വരനെ ആരാധിക്കാനാകുന്ന ഉത്തമമായ വഴി പ്രേമമാർഗവും. ജനങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ഉള്ള ഏകതയെ പോഷിപ്പിക്കൂ. ഈ പ്രേമ സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാൻ ഞാൻ ആശംസിക്കുന്നു. പ്രേമത്തെ പോഷിപ്പിക്കൂ, പ്രേമത്തിൽ ജീവിക്കൂ, പ്രേമം പ്രചരിപ്പിക്കൂ. ഈ ആധ്യാത്മികാഭ്യാസം ഏറ്റവും മഹത്തായ ലാഭം കൊയ്തു തരും. പ്രേമം വളർന്നു പടർന്നു പന്തലിക്കാൻ തിരുനാമജപം തുടങ്ങുക. അതാണ് ആദ്യ ചുവട്. നാമം ജപിക്കുമ്പോൾ ഈശ്വര മഹിമകൾ, ലീലകൾ, ഈശ്വര കൃപ എന്നിവ സ്മരിക്കുക. ലക്ഷക്കണക്കിന് നാമം ആ പരമേശ്വരനുണ്ട്. ദേശവിദേശങ്ങളിലെ യോഗികൾ, മഹത്തുക്കൾ ഈശ്വരനെ ലക്ഷക്കണക്കിന് രൂപങ്ങളിൽ വിവിധ ഭാഷകളിൽ സ്തുതിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈശ്വരന്റെ ഗുണങ്ങൾ വർണ്ണിച്ചു തീർന്നിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു രൂപം, നാമം സ്വീകരിക്കൂ. ഉണരുമ്പോൾ തന്നെ ആ രൂപവും നാമവും നിരന്തരം ധ്യാനിക്കൂ, ജപിക്കൂ. അത് നിങ്ങളുടെ ജീവിത സഖിയാകട്ടെ. ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ വഴികാട്ടാനായി, പ്രചോദനത്തിനായി അതിനെ തന്നെ ആശ്രയിക്കുക. ഉറങ്ങാൻ പോകുമ്പോൾ ആ രൂപത്തിലും നാമത്തിലുമുള്ള ഈശ്വരനോട് നിങ്ങളുടെ നന്ദി അറിയിക്കൂ. ഇങ്ങനെ തുടർന്നാൽ ഒരിക്കലും പരാജയമോ അധപതനമോ ഉണ്ടാവുകയില്ല. ഒരു ഉപദേശം കൂടി നൽകാം. ഈ രാജ്യത്തുള്ള സഹജീവികളുടെ ക്ഷേമത്തിനും സന്തോഷത്തിനുമായി പ്രയത്നിക്കൂ. നിങ്ങളുടെ സന്തോഷം പങ്കിടുക. ഭഗവാനോട് ഏറ്റവും പ്രിയമുള്ളത് കൊണ്ട് ഭാരതം എന്ന് ആ ദേശത്തെ വിളിക്കുന്നു. ഭഗവാനിൽ രതിയുള്ളവർ ഭാരതീയർ. ഭാരതീയർ ഈശ്വരനോട് ഭക്തിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പാപഭീതിയും ജ്ഞാനദാഹവും അവർക്കുണ്ട്. അതിനാൽ ഈ സന്ദേശം നൽകാൻ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ അറിയാൻ തീരുമാനിക്കുക. ഈശ്വരനാമം ജപിക്കാനും നാമസ്മരണയിൽ നിന്ന് പ്രചോദനം നേടാനും തീരുമാനിക്കുക. ഓം തത് സത്.